നസ്രത്തിലെ മംഗലവാർത്ത പള്ളിയുടെ മുൻഭാഗത്തായിട്ട് ഒരുപാട് പരിശുദ്ധ ദേവമാതാവിൻ്റെ രൂപങ്ങൾ കാണാൻ പറ്റും. അത് മറ്റൊന്നുമല്ല, ലോകത്ത് പലയിടത്തായി പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. അതിൽ കാണപ്പെട്ട രൂപങ്ങളാണ്, പ്രത്യക്ഷപ്പെട്ട സമയത്ത് കാണപ്പെട്ട രൂപങ്ങളാണ് ഈ പള്ളിയുടെ മുറ്റത്തായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് പള്ളിയുടെ സ്ട്രക്ചറിൻ്റെ ആ ഒരു ഭാഗം കാണുന്നത്. ഇതെല്ലാം 1-ാം നൂറ്റാണ്ടിലെ ഉണ്ടായിരുന്ന ഭവനത്തിൻ്റെയും മറ്റുള്ള കാര്യങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു പള്ളി പണിതിരിക്കുന്നത്. ഇതെല്ലാം 1-ാം നൂറ്റാണ്ടിലെ അവശിഷ്ടങ്ങളാണെന്നാണ് പറയുന്നത്. സെയിൻറ്റ് ഹെലന രാജകുമാരി പണിത 3 പള്ളികളിൽ ഒന്നാണ് ഈ ഒരു ചർച്ച് ഓഫ് അനൗൺസിയേഷൻ. അതായത് പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട ഈ ഒരു സ്ഥലം. അതുപോലെ തന്നെ ഈശോയുടെ കുരിശുമരണം നടന്ന സ്ഥലവും ജനനം നടന്ന സ്ഥലവുമാണ് മറ്റ് 2 പള്ളികൾ. ഇതെല്ലാം 1-ാം നൂറ്റാണ്ടിലെ ഭവനങ്ങളുടെ അവശിഷ്ടങ്ങളാണ് കാണുന്നത്. ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയും നമുക്ക് കാണാൻ പറ്റും.